ഷാഫിക്കെതിരെ ആരോപണം ഊശിപ്പോയി. ഗൾഫ് മലയാളിക്കെതിരെ കേസ്. അശ്ലീല പോസ്റ്റിന് എതിരെ വടകര LDF സ്ഥാനാർത്ഥി നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. കലാപാഹ്വാനം നടത്തിയതടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശിയായ KM മിൻഹാജിനെ പ്രതിയാക്കിയാണ് മട്ടന്നൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 10 ദിവസം മുൻപാണ് ശൈലജ പരാതി നൽകിയത്. നേരത്തെ മുസ്ലിം ലീഗ് ന്യൂ മാഹി പഞ്ചായത്ത് സെക്രട്ടറി അസ്ലമിനെതിരെ ന്യൂ മാഹി പോലീസ് കേസെടുത്തിരുന്നു. ശൈലജയ്ക്കെതിരെ മാങ്ങാട് സ്നേഹതീരം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ വ്യാജ പ്രചാരണം നടത്തിയെന്ന പരാതിയിലാണ് ഇസ്ലാമിനെ എതിരെ കേസെടുത്തത്. കേസെടുത്ത സംഭവം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കി. അതേസമയം KK ശൈലജയ്ക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾക്കെതിരെ KK രമയും ഉമാ തോമസ് MLAയും രംഗത്ത് വന്ന് അതിനെ അപലപിക്കുകയും ചെയ്തു. പിണറായി വിജയൻ കേരളത്തിൽ ആഭ്യന്തരമന്ത്രിയാണ്. LDF MLA കൂടിയായ സ്ഥാനാർത്ഥി 20 ദിവസം മുൻപ് പരാതി കൊടുത്തിട്ടും അന്വേഷിച്ച് പ്രതികളെ കണ്ടുപിടിക്കാത്തത് എന്തുകൊണ്ടാണെന്നും KK രമയും ഉമാ തോമസും ചോദിച്ചു. ബോംബ് സ്ഫോടനവും പൂക്കോട്ട് സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനും വടകരയിൽ തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ ഷാഫിക്കെതിരെ ഇല്ലാ കഥകൾ ഉണ്ടാക്കി ടാറടിച്ച് കാണിച്ച് സഹതാപ വോട്ട് നേടാൻ നടത്തിയ നാടകമാണ് ഇപ്പോൾ പൊളിഞ്ഞതെന്നും ഷാഫി പറമ്പിൽ MLAക്കെതിരെ ഇതുവരെ ഇന്ത്യയിലും വിദേശത്തും ഒരാരോപണവും ഉണ്ടായിട്ടില്ല. ക്ലീൻ ഇമേജുള്ള പത്തരമാറ്റ് ഷാഫിക്കെതിരെയുള്ള ആരോപണം കേരളത്തിലെ ഒരാളും വിശ്വസിക്കില്ല. ഷാഫി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും UDF നേതാക്കൾ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ പരാമർശം വിവാദമാകുന്നു. രാഹുൽ ഗാന്ധി പിണറായിക്കെതിരെ നടത്തിയ പരാമർശത്തെ വിവാദമാക്കിയാണ് മാധ്യമ ചാനലുകൾ വാർത്തകൾ നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയും മകൾക്കെതിരെയും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് ആഞ്ഞടിക്കുകയായിരുന്നു. CMRലുമായി മാസപ്പടി വിഷയത്തിൽ മുഖ്യമന്ത്രിയും മകളും അഴിമതി പണം വാങ്ങിയതായും സ്വർണ്ണക്കടത്തുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കുറ്റവാളികളെ അധികാരം ഉപയോഗിച്ച് സംരക്ഷിച്ചു വന്നതായും കരുവന്നൂർ ബാങ്ക് കൊള്ളയെപ്പറ്റി നിക്ഷേപകർക്ക് പണം മടക്കിത്തരാമെന്ന് 3 വർഷമായിട്ടും കുറ്റവാളികളെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി വഞ്ചിച്ചു വരികയാണെന്നും തുടങ്ങിയ ആരോപണങ്ങൾ, നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു നൽകാൻ നടപടി സ്വീകരിക്കും, കരുവന്നൂർ കൊള്ള മോദിയുടെ EDയാണ് പുറത്തു കൊണ്ടുവന്നതെന്നും മോദി ആഞ്ഞടിക്കുകയായിരുന്നു. എന്നാൽ മോദിക്കെതിരെയുള്ള പിണറായിയെയും CPMഉം മോദിയുടെ പേര് പോലും ഉച്ചരിച്ച് മോദിക്കെതിരെ ഒരാരോപണവും ഉന്നയിച്ചില്ല. പക്ഷേ മോദിയുടെ വിമർശനത്തിനെതിരെയുള്ള അമർഷം രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയുമാണ് തിരിയുന്നതെന്ന് അണികളിൽ അതൃപ്തിയുണ്ടാക്കിയപ്പോഴാണ് രാഹുൽ ഗാന്ധി പ്രതികരിക്കേണ്ടി വന്നതെന്നും UDF നേതാക്കൾ വ്യക്തമാക്കി. CPMകാർക്ക് എന്തുമാകാം. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പുകമറ സൃഷ്ടിച്ച അപകീർത്തിപ്പെടുത്തുന്ന സ്ഥിരം ജോലിയെന്ന് UDF നേതാക്കൾ. സിൽവർ ലൈൻ അട്ടിമറിക്കാൻ 150 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന VD സതീശനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് LDF പ്രവർത്തകർ നൽകിയ ഹർജിയാണ് വിജിലൻസ് കോടതി തള്ളിയത്. VD സതീശൻ അന്തർ സംസ്ഥാന ലോബികളിൽ നിന്നും കൈക്കൂലി വാങ്ങിയതായി നിലമ്പൂർ CPM MLA PV അൻവറാണ് നിയമസഭയിൽ ഈ ആരോപണം ഉന്നയിച്ചത്. ഇതിൽ ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കവടിയാർ സ്വദേശിയായ ഹഫീസ് എന്ന LDF പ്രവർത്തകൻ വിജിലൻസ് ഡയറക്ടറെ സമീപിച്ചത്. വിജിലൻസ് അന്വേഷണം നടത്താത്തതിനാലാണ് പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത്. ഈ പരാതിയുമായി ഒരു അന്വേഷണവും ആവശ്യമില്ലെന്ന് വിജിലൻസ് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു. നിയമസഭയിൽ PV അൻവർ MLA ഉന്നയിച്ച ആരോപണം മാധ്യമ വാർത്തയായത് മാത്രമാണ് പരാതിക്കാരന് അറിവുള്ളൂ. തെരഞ്ഞെടുപ്പ് ഫണ്ടിനു വേണ്ടിയാണ് പണം വാങ്ങിയതെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അന്വേഷിക്കേണ്ടതെന്നും അതിനൊന്നും ഒരു തെളിവുമില്ല. അതിനാൽ ഈ ഹർജിയിൽ അന്വേഷണം സാധ്യമല്ല. നിയമസഭാധികർക്ക് പ്രത്യേക പരിരക്ഷ അധികാരമോ ഉണ്ടോ എന്ന് വ്യക്തമാക്കുകയും വേണം. അതിനാൽ ലഭിച്ച പരാതി വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് കൈമാറിയത് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഇതെല്ലാം പരിഗണിച്ചാണ് ഹർജി തള്ളിയത്. CPM നേതാക്കളുടെ തനത് ശൈലിയുടെ ഭാഗമായി ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത കെട്ടുകഥ ആരോപണങ്ങൾ ഒരു MLA എഴുന്നള്ളിച്ചത്
ഒരാൾ ഏറ്റെടുത്ത് ദല്ലാൾ പണി ചെയ്ത് നടത്തിയ പൊറാട്ടു നാടകം ഹർജിയാണ് വെള്ളത്തിലായി പാളിപ്പോയി മുഖം വികൃതമായതെന്ന് UDF നേതാക്കൾ പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി തന്നെയെന്ന് ഇടതുമുന്നണിയിലെ ചില നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന സമയത്തും അതിനുശേഷവും ഉണ്ടായ ചില സംഭവങ്ങൾ മുൻപുണ്ടായിരുന്ന തീരുമാനങ്ങളെല്ലാം മാറ്റിമറിച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദി മൂന്നാം ഊഴം ഉന്നം വെച്ച് നടത്തുന്ന രഹസ്യ അജണ്ടകളും ചാണക്യ തന്ത്രങ്ങളും തുടർന്ന് പാളുകയും അതെല്ലാം തിരിച്ചടിയായി മാറുകയുമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. കേന്ദ്ര ഏജൻസികളെ വെച്ച് രാഷ്ട്രീയ എതിരാളികളെ ജയിലിലാക്കുകയും ചില നേതാക്കളെ ഭീഷണിപ്പെടുത്തി BJPയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ തന്ത്രവും വോട്ടായി മാറ്റാൻ കഴിഞ്ഞില്ല. മിക്ക സംസ്ഥാനങ്ങളിലും BJPക്ക് സീറ്റ് നഷ്ടപ്പെടുമെന്നും 400 സീറ്റെന്ന സ്വപ്നം ദിവാസ്വപ്നമാകുമെന്നും മോദിക്കും BJPക്കും ഉറപ്പായി കഴിഞ്ഞു. ഇന്ത്യ മുന്നണി ശക്തമായി മുന്നേറുകയാണ്. ഇപ്പോൾ മാറി നിന്നവരെല്ലാം ഒന്നിച്ചു കഴിഞ്ഞു. ഇന്ത്യ മുന്നണി വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. അതുമല്ല, സീറ്റ് ധാരണയും കൃത്യമായി മുന്നോട്ട് പോയിരിക്കുകയാണ്. ഐക്യത്തോടെ പോകുന്ന കാഴ്ചയാണ് ജനങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യ മുന്നണി കൂടുതൽ സീറ്റുകൾ നേടി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് ചില നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. മുഖ്യമന്ത്രിയുടെയും യെച്ചൂരിയുടെയും MV ഗോവിന്ദന്റെയും ആരോപണങ്ങളെ UDF നേതാക്കൾ തള്ളി. വടകരയിൽ തോൽവി ഭയന്ന് UDF സ്ഥാനാർത്ഥിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പ്രചരിപ്പിച്ച് നടത്തുന്ന കള്ളപ്രചരണങ്ങൾ വടകരയിലെ വോട്ടർമാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ബോംബ് സ്ഫോടനവും പൂക്കോട് സിദ്ധാർത്ഥന്റെ മരണവും അടക്കം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനുള്ള തന്ത്രമാണ് ശൈലജ ടീച്ചർക്കെതിരെ നുണപ്രചാരണങ്ങൾ നടത്തി മുതലെടുപ്പ് നടത്തുന്നതെന്ന് UDF നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ കഴിഞ്ഞ കാലത്ത് നടന്ന സംഭവങ്ങളൊന്നും യെച്ചൂരിയും ബൃന്ദ കാരാട്ടും അറിയുന്നില്ലേ? പിണറായി അതെല്ലാം മറന്നു കാണുമല്ലേ? മുഖ്യമന്ത്രിയുടെ പരനാറി നികൃഷ്ടജീവി മുൻ മന്ത്രി MM മണി പൊമ്പുള ഒരുമയെ പറഞ്ഞതും വനിതാ നേതാക്കളെയും കോളേജ് പ്രിൻസിപ്പാളിനെയും നാട്ടിലുള്ള ഉദ്യോഗസ്ഥരെയും എന്തിനേറെ ആനിരാജിയെ പോലും വെറുതെ വിട്ടിട്ടില്ല. KK രമയെ അസംബ്ലിയിൽ വെച്ച് വിധവ എന്ന് അധിക്ഷേപിക്കുമ്പോൾ KK ശൈലജയും മുഖ്യമന്ത്രിയും അസംബ്ലിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ലോകം മുഴുവൻ കണ്ടിരുന്നു. അപ്പോഴൊന്നും യെച്ചൂരിയും ബൃന്ദ കാരാട്ടും എവിടെയായിരുന്നുവെന്നും UDF നേതാക്കൾ ചോദിക്കുന്നു. ഇടതുപക്ഷം നടത്തി വന്നിരുന്നതും സ്ഥിരമായി അവർ സ്വീകരിച്ചു വരുന്ന നിലപാടുകളാണ് CPM തുടർന്നു വരുന്നത്. അതിനെല്ലാം മുഖ്യമന്ത്രി പിണറായി അംഗീകരിച്ച് ന്യായീകരിക്കുകയാണ്. ഇപ്പോൾ P ജയരാജൻ പറഞ്ഞ വെണ്ണപ്പാളികൾ എന്ന പരാമർശം ക്രിമിനലിന്റെ ഭാഗമാണെന്ന് ന്യായീകരിക്കുന്നു. ബോംബ് സ്ഫോടനം രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമെന്ന് MV ഗോവിന്ദനും KSU പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും DYFIക്കാരും ചേർന്ന് തല്ലിച്ചതച്ചപ്പോൾ അതെല്ലാം രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നും ചാനൽ വഴി അതെല്ലാം ലോകം മുഴുവൻ കണ്ടിട്ടും നവകേരള ബസ്സിൽ ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രിയായ ആഭ്യന്തരമന്ത്രിക്ക് അതൊന്നും കാണാൻ കഴിഞ്ഞില്ല, ഞാനൊന്നും കണ്ടില്ലെന്നും പറഞ്ഞിരുന്നു. DYFIക്കാരുടെ അക്രമത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമെന്ന് പ്രശംസിച്ച് ന്യായീകരിച്ചതും ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്ന ഇടതുപക്ഷ അഖിലേന്ത്യാ നേതാക്കൾ അടക്കം ഉള്ളവർ അതൊന്നും കണ്ടില്ലേ എന്നും UDF നേതാക്കൾ ചോദിക്കുകയാണ്.